കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ കട്ടൻ കാപ്പി അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. കട്ടൻ കാപ്പി അല്ല കേട്ടോ, കോഫി അല്ല, കട്ടൻ ചായയാണേ. എന്നാൽ പിന്നെ നമ്മുടെ കട്ടൻ ചായ തിളക്കുന്ന സമയം കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയി പ്രകൃതി രമണിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളച്ച് മറിയുന്നുണ്ടേ. എന്നും രാവിലെ ഈ പരിപാടിയെല്ലാം അമ്മയാണ് ചെയ്യാറുള്ളെങ്കിലും ഇന്നെനിക്ക് ജലദോഷം കാരണം തുമ്മി തുമ്മി കിടക്കാൻ വയ്യാത്തുണ്ട്. രാവിലെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് കട്ടൻ ചായ ഇട്ടതാണ് കേട്ടോ. എലി വീടിന് ആഹോ എല്ലാം കുളമാക്കിയിരുന്നോണ്ട് കംപ്ലീറ്റ് അടിച്ചു വാരൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ച് എനിക്ക് പൊടിയുടെ അലർജി ഉണ്ട് കേട്ടോ. 2 ദിവസമായി ജലദോഷം വന്നിട്ട് അതുകൊണ്ട് മാറുന്നുമില്ല. കട്ടിലിൽ നിന്ന് ഞാൻ എണിക്കുന്നത് ഈ പിള്ളേർ വല്ല മണത്തറിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അതേ രാവിലെ തന്നെ 2 കൂടെ എണിച്ച് വന്നിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മ രാവിലെ എണീറ്റ് വന്നുടനെ കട്ടൻ ചായയും കുടിച്ചിട്ട് അമ്മയുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. തക്കാളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മിക്കവാറും ഇവിടെ തക്കാളി കറി ആവാനാണ് ചാൻസേ. എന്റെ കയ്യിലിരിക്കുന്ന ഈ മുതൽ കണ്ട ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഈ വീട്ടിലെ സകല സാധനങ്ങളും പുരാവസ്തുക്കളാണ്, ഈ ഞങ്ങൾ ഉൾപ്പെടെ. അങ്ങനത്തെ നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അമ്മയുടെ തക്കാളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എനിക്ക് ഈ തക്കാളിക്കറി ഭയങ്കര ഇഷ്ടമാണ്, ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ. രാവിലെ തക്കാളി കറി അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് ചപ്പാത്തി എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്ത് പോലും വരാറില്ല കേട്ടോ. എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ശ്വാസം മുട്ടലും ജലദോഷം ഒക്കെ കാരണം എനിക്കറിയാൻ വയ്യ, ഞാൻ തീരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നേ ഇല്ല. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് ദൈവം ഞാൻ പെട്ടെന്ന് മരിച്ചുപോയി ഈ പിള്ളേരെയൊക്കെ ആര് നോക്കുന്നു. പിന്നെ ഈ ജലദോഷം വന്നിട്ട് ഈ ഭൂമിയിൽ ആരും മരിച്ചു പോയിട്ടില്ലല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസം. അങ്ങനത്തെ രാവിലത്തെ കാപ്പി ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. അച്ഛൻ തൊട്ടപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളും ഉണ്ട് കേട്ടോ. വക്ക് പൊട്ടിയ ചരുവം പോലെ എന്താണ് എന്റെ മുഖം ഇങ്ങനെ ചളങ്ങിയിരിക്കണം എന്ന് വെച്ചാൽ ജലദോഷം കാരണം തുമ്മി തുമ്മി വയ്യ മക്കളെ. എവരിവിടെ വല്ലപ്പോഴും വരുന്നില്ലേ, എന്നാ പിന്നെ വല്ല ചിക്കനും മട്ടനും കാണുമെന്ന് വിചാരിച്ചിട്ടാണോ പാപം പൂച്ച വന്നിരിക്കുന്നത്. തക്കാളിക്കറി കണ്ട് ചമ്മി പോയ പൂച്ച നോക്കി പോയപ്പോഴേക്കും ഇപ്പുറത്തെ വെച്ചിട്ട് അമ്മ അരി അടുപ്പിലിട്ടിട്ടുണ്ടേ. ഇതെന്റെ അമ്മ തന്നെ ഉണ്ടാക്കിയ നല്ല അടിപൊളി 1-ാം തരം ചൂടുകെട്ട അടുപ്പാണ് കേട്ടോ. ഈ വെള്ളം പോകുന്നിട്ട് എന്റെ അടുപ്പ് മൂത്രം ഒഴിച്ചാണെന്ന് വിചാരിക്കരുത്, അത് വാഷ് ബേസിൽ വെള്ളം കളയുന്നതാണ്. രാവിലെ കയറും കൈ പിടിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ കണ്ടിട്ട് അരുതെടുത്ത് വെച്ചാൽ നമുക്ക് എന്തുണ്ടെങ്കിലും പലഹാരം ഉണ്ടാക്കാല്ലേ. പലഹാരമല്ല പരിഹാരം ഉണ്ടാക്കുന്ന അച്ഛൻ പറഞ്ഞു പോവണ്ണ ദശ കെട്ടാനാണെന്ന്. അങ്ങനെ ഒരു കമ്പിൽ കുത്തി കയർ ഹോൾ വഴി എടുക്കാൻ അച്ഛൻ പലവട്ടം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി മക്കളെ, പരാജയപ്പെട്ടു പോയി. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ഒരു പൈപ്പ് എടുത്ത് അതിനകത്ത് കയറും കുത്തിക്കയറ്റി ആ ഹോൾ വഴി അമ്മ ഇട്ടിട്ട് വിജയകരമായി അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ബുദ്ധി എന്റെ അമ്മയെ പണ്ട് പഠിക്കാൻ പറ്റുന്നപ്പോ പരീക്ഷാ ഹാളിൽ കാണിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഒരു ML എങ്കിലും ആയാനെ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ഈ ബക്കറ്റും ആട്ടി നാഗവല്ലിയെ പോലെ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ അത് നേരത്തെ അലക്കിയിടാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇച്ചിരിയല്ലേ കൊണ്ടുവന്നുള്ള തുണി. സത്യം പറഞ്ഞ ഒന്ന് വെള്ളം കാണിക്കാൻ വേണ്ടിട്ട് ഫോൺ അങ്ങോട്ട് നീട്ടിതായിരുന്നു. ഇപ്പൊ ഐഫോൺ വെള്ളത്തിൽ കിടന്ന് നീന്തിയാനെ. കൊണ്ടുവന്ന തുണി അഴുക്കാവുന്നതിനനുസരിച്ച് നമ്മൾ കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണിക്ക് കിടന്ന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നേരത്തെ കഴുകിടാന്ന് വിചാരിച്ചേട്ടോ. ഞാൻ തുണി അലക്കാൻ ഇറങ്ങുന്ന കാര്യം എങ്ങനെയോ പൈപ്പ് മണത്തറിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളം ഇല്ലാട്ടോ പൈപ്പിൽ. മാക്കം കടത്തിയെന്ന് വെള്ളം കോരിയാണ് ഞാൻ അലക്കിയത്. ആളുകൾക്ക് ഈ സൗകര്യം കൂടുന്നതിനനുസരിച്ച് മടി കൂടുന്ന പറഞ്ഞ സത്യമാണ്. കുറെ നാൾ കൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കിയതിന് ശേഷം ഇങ്ങനെ അലക്കിയപ്പോൾ നടുവിനൊക്കെ വല്ലാത്തൊരു പിടുത്തം. എന്റെ നട്ടലിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന വിജാവിരിക്കൊക്കെ എണ്ണ ഇടേണ്ട സമയമാണെന്ന് തോന്നുന്നു. എവിടേക്കോ കറവും പുറന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുനിഞ്ഞപ്പോ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് മിക്കവാറും എന്നെ ഒരു സർവീസിന് കയറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ, ഓയിൽ സർവീസിന്. അങ്ങനെ ഞാൻ തുണി അലക്കിട്ട് വന്നപ്പോഴേക്കും അമ്മയും മുകളിലത്തെ അമ്മാമ്മയും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത അമ്മയുടെ സാഹസിക പ്രവർത്തനം ഇവിടെ തുടങ്ങുകയാണ് മക്കളെ, ചക്ക കിടക്കല്. ഇതിപ്പോ ഏതോ സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ അവന്റെ വായ്ക്കാത്ത കയറുന്ന വെടിവെച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന പോലെ അമ്മ അതിന്റെ മൂട്ടി പോയിരുന്ന് എങ്ങനെയൊക്കെയോ അതിനെ തള്ളിയിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മ ആ ചക്ക നമ്മൾ താഴെ നിന്ന് നോക്കുന്ന പോലെ അല്ല, നല്ലൊരു മുട്ടക്കാട്ടം മുതുക്ക് ചക്കയായിരുന്നു. അത് എടുത്തോണ്ട് വരാൻ അമ്മ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ചക്കയുടെ മുകളിൽ ഈ പുള്ളിയും പോലൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചത് പഴുത്ത ചക്കയാണ് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് തിന്നാന്നാണ്. പക്ഷേ ഇത് പഴുത്തല്ലായിരുന്നു, നല്ല അടിപൊളി പച്ച ചക്ക. അങ്ങനെ കത്താളെന്നുള്ളി പറക്കി ഒറ്റ വെട്ടിന് ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ അമ്മ വന്നെങ്കിൽ 16 വെട്ടിയാലും ആ ചക്ക മുറിയാൻ പോകുന്നത് അത്രയ്ക്ക് വലിയൊരു ചക്കയായിരുന്നു കേട്ടോ. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെ അമ്മ വിറക് വെട്ടി കീറുന്ന മാതിരിയൊക്കെ ചക്ക വെട്ടിപ്പോണെന്ന് വെച്ചിട്ടുണ്ട്. ചക്കയെ കണ്ടതുപോലെ തന്നെയായിരുന്നു അതിനകത്ത് അരക്കും. ഒരു 1.5 ലിറ്റർ അരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കഷ്ണം ചക്ക എടുത്തുള്ളൂ, ബാക്കി അപ്പുറം ഇപ്പുറം കൊടുത്തായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒരു ചുള എടുത്ത് കഴിക്കാന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ നല്ല തടി മാതിരി ഇരിക്കുന്നു. ഇതിനിടയ്ക്ക് ചെയ്തോട്ട് ഇതിന്റെ അടുത്ത പണി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ കയറി കളിച്ചോണ്ട് നിൽപ്പുണ്ടേ. അങ്ങനെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം അമ്മ ഇവിടെ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരടുപ്പല്ല ഇവിടെ ഒരടുപ്പേ ഉള്ളൂ. ആ അടുപ്പയിൽ ചക്കയും വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങാനായിട്ട്. ഉച്ചയ്ക്ക് കഴിച്ചത് നല്ല 1-ാം തരം ചക്ക പുഴുങ്ങിയതും പിന്നെ മുളക് ചമ്മന്തിയായിരുന്നു. ഈ ചക്കയ്ക്ക് കഴിക്കാൻ വിചാരിക്കും ഇങ്ങനത്തെ മുളകല്ല, നമ്മുടെ കാന്താരി ചമ്മന്തിയാണ് നല്ലത് കേട്ടോ. അങ്ങനെ ഭയങ്കര കാര്യത്തിൽ ചൂട് കട്ടൻ ചായയും തേണ്ട ചക്ക ഇങ്ങനെ മുളകിൽ മുക്കി അങ്ങോട്ട് അടിച്ചു ചേർന്ന് എന്റെ അമ്മ എരിഞ്ഞു പൊകുഞ്ഞു പോയി. ഭയങ്കര എരിവായിരുന്നു കേട്ടോ. വൈകിട്ട് അമ്മ തീ ഇടുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ പണ്ടത്തെ നൊസ്റ്റാളജി ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നു. പണ്ടിങ്ങനെ തീ ഇടുമ്പോൾ ഞാനും ചേച്ചി കൂടെ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പുതുമഴയായി വന്നോലി അങ്ങനെ പാട്ടും പാടി നടക്കുമായിരുന്നു കേട്ടോ. എന്റെ മോനെ വെക്കേഷൻ ആയിട്ട് ഭയങ്കര പണിയിലാണ്. വൃത്തിരാക്ഷസിയായ എന്റെ അമ്മയ്ക്ക് എവിടെ പോയാലും ദേണ്ട ഈ തൂത്തുവാരലും തീയിടലും ഒക്കെ തന്നെയാണ് മെയിൻ പരിപാടി. ഈ വാഴ നനയുമ്പോ കൂടെ ചേനയിലല്ല ചീരല്ല എന്തെങ്കിലുമൊക്കെ നനയട്ടെ. അതുപോലെ തന്നെ ചീതുടിക്ക് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോ എന്നാ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കട്ടൻ ചായ അങ്ങോട്ട് കാച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാനൊരു കട്ടൻ ചായ ഇടണം. നേരത്തെ എല്ലാം 6 മണിക്ക് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാന്ന് വിചാരിച്ചോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ടോ എവിടെ നിന്ന് വന്നു എന്നാണെങ്കിൽ എല്ലായിടത്തും യുദ്ധമൊക്കെ നടക്കില്ലേ, ന്യൂസൊക്കെ കണ്ട് മടുത്ത്. അങ്ങനെ ഈ വായിക്കാത്ത കയറി വന്ന സാധനമാണ് ഈ ടോ. അടുത്തുള്ള വീഡിയോയിൽ ഈ ടോ വരാതെ ഞാൻ ശ്രദ്ധിക്കാട്ടോ. പിന്നെയും ടോ, സോറിയേ.
അങ്ങനെ ആദ്യത്തെ ക്ലാസ് കട്ടൻ ചായ എൻ്റെ വീട്ടിലെ തേയില ഭരണി എന്നറിയപ്പെടുന്ന എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ. എന്നാൽ പിന്നെ ആദ്യം അച്ഛനെ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചേ. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരമായിട്ട് വന്ന അമ്മയ്ക്ക് രണ്ടാമത്തെ ക്ലാസ് കട്ടൻ ചായയും കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി എരിവുള്ള മിച്ചറും കട്ടൻ ചായയും കൂട്ടി അങ്ങനെ ഒരു തട്ട് തട്ടി. ഇതിനിടയ്ക്ക് തുമ്മി എൻ്റെ ഇടപാട് തീർന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വൈകുന്നേരം 6:30 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ടാറ്റാ ബൈ ബൈ, സീ യു.